ശ്രദ്ധ എന്ന് പറയുന്നത് ബാഹ്യമാണ്. ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ കാതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് ശ്രദ്ധ. ധ്യാനം എന്ന് പറയുന്നത് ഗഹനമാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ആശയങ്ങളെ പതിച്ചു വെക്കാൻ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയണം. അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർ ക്ലാസ്സിലെടുക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ ഉണ്ടായിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പാഠങ്ങൾ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഇമ്പോസിഷൻ എഴുതി പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇമാജായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിച്ചു വെക്കാൻ സാധിക്കും. ഇതെന്തിനാണ് ഈ പഠിക്കുന്ന സാധനം? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന സാധനം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അപ്പൊ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിന് ആവശ്യം തീർന്നു അല്ലേ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതെന്തിനാണ് പഠിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തില് ഇത് പഠിക്കുമ്പോഴേ നിങ്ങൾ ഈ ഇക്വേഷൻ എന്താ ചെയ്യുന്നത്? സാധാരണ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇങ്ങനെ 100 തവണ പറഞ്ഞ് മനസ്സിലേക്ക് വെച്ച് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? മാത്തമെറ്റിക്സിൽ ഓരോ ഇക്വേഷനും പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ തന്ത്രങ്ങളുണ്ട്, ഒരു മാജിക് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിൽ നിന്ന് പോകില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഇമാജിനേഷൻ എന്ന് പറയുന്നത്.